കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെട്ടു. ചെമ്പിന്റെ വട്ടളം എന്താ പറയാ, ബിരിയാണി വെക്കുന്നതിന്. എന്നിട്ടതിൽ എണ്ണയൊഴിച്ച് പതപ്പിച്ചു. ഫിറോൻ പറഞ്ഞു പെണ്ണോട്, നിന്നെയും നിന്റെ മക്കളെയും ഞാൻ ഈ പാത്രത്തിൽ പുഴുങ്ങും. നീ നിന്റെ അള്ളാഹുവിൽ നിന്ന് തെറ്റണം, എന്നെ അള്ളാഹുവായിട്ട് പരിഗണിക്കണം. പെണ്ണ് പറഞ്ഞു ഇല്ല, എങ്കിൽ ഞാൻ പിടിച്ച് പുഴുങ്ങും. കുഴപ്പമില്ല, എനിക്കൊരു വസിയത്തുണ്ട്. എന്താണ് നിന്റെ വസിയത്ത്? ഞാനും എന്റെ മക്കളും ഇതിൽ പുഴുക്കപ്പെട്ടാൽ വേവാതെ ബാക്കി വരുന്ന എല്ലിൻ കഷ്ണങ്ങൾ ഒരു തുണിയിൽ പൊതിയണം, എന്നിട്ട് ഞങ്ങളെ ഒന്നിച്ച് കബറടക്കണം. വേറെ ഒന്നും എനിക്ക് എന്നോട് പറയാനില്ല. അപ്പൊ ഫിറോൻ പറഞ്ഞ വാക്ക്, തീർച്ചയായും എനിക്ക് ചില ഹക്കുകൾ നിന്നോടുണ്ട്. നീ എന്റെ ജോലിക്കാരെന്നുള്ള നിലക്ക് ആ ഹക്ക് ഞാൻ അങ്ങനെ വീട്ടിത്തരാം, നീ പറഞ്ഞതുപോലെ ചെയ്തു തരാം. മക്കളെ കൂട്ടത്തിൽ ഒന്നാമത്തേനെ പിടിച്ച് ചെമ്പിലിട്ട് പുഴുങ്ങി, രണ്ടാമത്തേനെയും പിടിച്ച് പുഴുങ്ങി, മൂന്നാമത്തേനെയും പിടിച്ച് പുഴുങ്ങി. അവസാനത്തെ കൊച്ചിനെ പിടിച്ചിട്ട് അടുപ്പിലേക്കിടാൻ നേരം ഉമ്മച്ചി അത് കാണാൻ സഹിക്കാൻ കഴിയാതെ പിറകോട്ട് നീങ്ങി. മുലകുടിക്കുന്ന കുഞ്ഞായിരുന്നു അത്, റളിയത്തായ കുഞ്ഞായിരുന്നു അത്. കാണാൻ സാധിക്കാത്ത പിറകോട്ട് നീങ്ങി, കണ്ണുത്തി നീങ്ങി. ആ സമയത്ത് പാത്രത്തിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞ് സംസാരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 4 കുഞ്ഞുങ്ങൾ തൊട്ടിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന്. ഒന്ന് ഈസ ബിനു മറിയമാണ്, രണ്ടാമത്തത് ഷാഹിദ് യൂസുഫാണ്, മൂന്നാമത്തത് സാഹിബ് ജുറൈജാണ്, നാലാമത്തത് ഈ പെണ്ണിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. ഇതിനെ വിശദീകരിക്കാൻ സമയമില്ല, എനിക്ക് ആവതുമില്ല, കയ്യും കാലം വേണം. ഈ കുഞ്ഞ് പാത്രത്തിൽ നിന്ന് വിളിച്ചു, യാ ഉമ്മ, ഓ ഉമ്മ, അന്നദാബദ്ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ദുനിയാവിന്റെ ഏത് ശിക്ഷയും ആഖിറത്തിലെ ശിക്ഷയേക്കാൾ വളരെ ചെറുതാണ് ഉമ്മ. ധൈര്യമായിട്ട് വാ ഉമ്മ, പിന്തണ്ട, നമുക്ക് നല്ലൊരു വഴിക്കേക്ക് പോകാമെന്ന്. ആ ഉമ്മ ധൈര്യമായിട്ട് വരുന്നു, പാത്രത്തിൽ ചാടുന്നു. ആ ഉമ്മാനെയും കുഞ്ഞിനെയും ഒന്നിച്ച് ദഹിപ്പിക്കുന്നു. എല്ലുകളും കൊട്ടുകളും തുണിയിൽ പൊതിഞ്ഞ് കബറടക്കുന്നു. ഓ മുഹമ്മദ്, ആ പെണ്ണിന്റെയും മക്കളെയും മണമാണ് നിങ്ങൾ ഈ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു നിസ്സാര വിഷയമല്ല സുഹൃത്തുക്കളെ. അത് വെറും ബിരിയാണിക്ക് വേണ്ടി ചൊല്ലിത്തീർക്കേണ്ട ഒരു ഏർപ്പാടല്ല. അത് ജീവിതത്തിന്റെ സകല മേഖലകളിലും ആ വഹദാനിയത്തിനെ ചുറ്റിപ്പറ്റി ജീവിച്ച് വിജയം നേടേണ്ടവരാണ് നാം.